പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നോട്ട് പോകുവാൻ തടസ്സമായി കാര്യങ്ങൾ വരുമ്പോഴും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് ഒരു പരിശുദ്ധമായ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന ഭാഗം ഹോശേയയുടെ പ്രവചന പുസ്തകം 8-ാം അധ്യായമാണ്. ഈ പ്രവചന പുസ്തകം ഇസ്രായേൽ ജനത്തോട് ദൈവം അറിയിക്കുന്ന അരുളപ്പാടുകളെക്കുറിച്ച് ഹോശേയ പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ട ഭാഗമാണ്. ഇതിൽ ഈ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു, ശത്രു അവനെ പിന്തുടരട്ടെ. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ഇസ്രായേലിന് ഒരിക്കൽ നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്മ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ ജനത്തിന് അറിയാം. എന്നാൽ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ ഇസ്രായേലിനെ ശത്രു പിന്തുടരട്ടെ എന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കും അറിയാം സത്യം എന്താണ്, ദൈവം പറയുന്ന പ്രമാണം എന്താണ്, കൽപ്പനകൾ എന്താണ്, അതെല്ലാം അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പലപ്പോഴും നമുക്കത് അനുസരിക്കുവാൻ കഴിയാതെ അതിനെ ഉപേക്ഷിച്ച് കളയുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വമാകണമെന്നില്ല, പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, നമുക്ക് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. നമ്മുടെ ചില പ്രതിസന്ധികൾ വരുമ്പോഴാകാം, കഷ്ടതകൾ വരുമ്പോഴാകാം, ചില നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടാകാം, ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൂരിരുൾ പാതയുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ഈ പ്രമാണങ്ങൾ അനുസരിക്കുവാനും കൽപ്പനകൾ അനുസരിക്കുവാനും ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിലാകുവാൻ തടസ്സമായി നമ്മിൽ പലതും കടന്നു വരും. അപ്പോൾ നന്മയായത് ഇന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ, കഷ്ടത വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ആ വചനം എന്താണെന്ന് നമുക്കറിയാം. പലപ്പോഴും ഇത് അനുസരിക്കുവാൻ നമ്മൾക്ക് മനസ്സില്ല, പലപ്പോഴും ഇത് അനുസരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ചെവി ഓർത്ത് ദൈവം പറയുന്നത് എന്താണ്, ഈ പ്രതിസന്ധിയിൽ നമ്മൾ അതിജീവിക്കുവാൻ ദൈവം പറയുന്നത് എന്താണ് എന്ന് കേൾക്കുവാനോ അതനുസരിക്കുവാനോ ഉള്ള മനസ്സ് പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. അങ്ങനെ വരുന്ന സാഹചര്യം തന്നെയായിരുന്നു ഇസ്രായേലിന് നന്മകൾ കിട്ടുന്ന സമയത്ത് ദൈവത്തെ വേണം, പ്രതിസന്ധിയിലാവുമ്പോൾ ദൈവത്തെ വേണം. പക്ഷേ അവിടെ നിന്നെല്ലാം പിടിപ്പിച്ച ദൈവത്തെ എപ്പോഴും ഓർത്തിരിക്കുകയും ആ നന്മകളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധി നന്ദിയുള്ളവരല്ലായിരുന്നു ഇസ്രായേൽ ജനം. കുറേ നാളുകൾ കഴിയുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറുന്നു. പിന്നെ ആ നന്മയെ വേണ്ട, ദൈവത്തെ ഉപേക്ഷിക്കുന്നു, നന്മകളെ ഉപേക്ഷിക്കുന്നു, ദൈവം നൽകിയിരിക്കുന്ന നന്മയെക്കുറിച്ച് മറന്നു പോകുന്നു, അവിശ്വസ്തരായി മാറുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്യുകയാണ്? ഇസ്രായേൽ ജനത്തെ ശത്രുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ശത്രുക്കൾ ദൈവത്തെ എവിടെ നാം ഉപേക്ഷിക്കുമോ, എവിടം കൊണ്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ, ആ നിമിഷം മുതൽ നമ്മളെ ഒരു ശത്രു പിന്തുടരുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് ഇസ്രായേലിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നോട്ട് പോകുവാൻ തടസ്സമായ കാര്യങ്ങൾ വരുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കാതെ, ഇതൊക്കെ എനിക്ക് വന്നു, ഇതെല്ലാം ദൈവം കൊണ്ട് തന്നതാണ്, അതുകൊണ്ട് എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തെ വേണ്ട, ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ പിന്തുടരുന്നൊരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ കയ്യിൽ നാം അകപ്പെട്ടു പോയാൽ എന്നേക്കുമായിട്ട് നമ്മുടെ തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും ഉന്മൂലന നാശത്തിനും അതൊരു കാരണമായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനം, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഏറ്റവും അധികമായി ദൈവത്തെ മുറുകെ പിടിക്കേണ്ടത്. ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും: കഷ്ട ദിവസത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ബൈബിൾ ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: നമ്മളുടെ സന്തോഷ സമയത്തേക്കാളും നാം അനുതാപത്തോടു കൂടെയും സങ്കടത്തോടു കൂടെയും വിഷമത്തോടു കൂടി ആയിരിക്കുന്ന ഘട്ടങ്ങളിലാണ് യേശുക്രിസ്തു ഏറ്റവും അടുത്ത സമീപസ്ഥനായി നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നാം ചിന്തിക്കും, ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു കയറണമോ? അങ്ങനെയല്ല. ദൈവം നമ്മളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ട് ആ സാഹചര്യങ്ങളെ മറികടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നാം അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്, ദൈവത്തെ മുറുകെ പിടിക്കാതെ നമ്മൾ ആ വഴിയിലൂടെ തന്നെ പോകാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ പിന്തുടരുന്നൊരു ശത്രുവുണ്ട്. അവൻ നമ്മെ നശിപ്പിച്ച് കളയും. ഇതിൽ നമ്മൾ പിന്നീട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ അനുസരിക്കുവാനോ പ്രമാണങ്ങൾ അനുസരിക്കുവാനോ ഇസ്രായേൽ ജനം തയ്യാറല്ല. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് യാഗങ്ങളൊക്കെ കഴിക്കുവാനായിട്ട് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്ത ഇസ്രായേൽ ജനത്തിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നാമും. ദൈവത്തെ അനുസരിക്കുന്നില്ല, പക്ഷേ എന്നും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ദൈവം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുവാനോ അനുസരിക്കുവാനോ നാം തയ്യാറാവുന്നില്ല.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ, അത് ജീവിതത്തിൽ അതേപോലെ ചെയ്തെടുക്കുവാൻ ഇച്ചിരി പ്രയാസമുണ്ട്, അറിയാം. പക്ഷെ എങ്കിലും അതിന് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി